കോൺഗ്രസ് എമ്മിൽ പാർട്ടിക്കുള്ളിൽ ഭിന്നതയുണ്ടെന്ന വാർത്തകൾ ശക്തമാകുന്നതിനിടെ അഭ്യൂഹങ്ങൾ തള്ളി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ രംഗത്തെത്തി. പാർട്ടിക്കുള്ളിൽ യാതൊരുവിധ ആശയക്കുഴപ്പങ്ങളും ഇല്ലെന്നും ഞാനും ചെയർമാനും ഒരൊറ്റ മെയ്യാണ് എന്നായിരുന്നു മന്ത്രിയുടെ വൈകാരികമായ പ്രതികരണം. പാർട്ടിയിൽ അധികാര തർക്കമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ അത്തരം നീക്കങ്ങൾ വിജയിക്കില്ലെന്നും റോഷി അഗസ്റ്റിൻ ഉറപ്പിച്ചു പറഞ്ഞു. എന്നും പാർട്ടി ചെയർമാന് വിധേയപ്പെട്ടായിരിക്കും തന്റെ പ്രവർത്തനമെന്ന് റോഷി അഗസ്റ്റിൻ പ്രഖ്യാപിച്ചു. ചെയർമാനെ തള്ളിപ്പറഞ്ഞ എനിക്കൊരു രാഷ്ട്രീയമില്ല. ഞാനും അദ്ദേഹവും തമ്മിൽ വ്യക്തിപരമായി വലിയ ആത്മബന്ധമാണുള്ളത്. പലരും ഞങ്ങളെ തമ്മിൽ തെറ്റിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷേ ആ സ്വപ്നം നടപ്പിലാക്കാൻ ഞങ്ങൾ അവസരം നൽകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ജോസ് കെ മാണിക്ക് തന്നോട് യാതൊരു പരിഭവമില്ലെന്നും തങ്ങൾ എന്നും ഒരുമിച്ചാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ പുകയുന്ന എന്ന മാധ്യമ വാർത്തകൾ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ആശങ്കയുണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് ഈ വിശദീകരണം. വിവാദങ്ങൾക്ക് ആധാരമായത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പാലാ സീറ്റുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളായിരുന്നു. പാലായിൽ ജോസ് കെ മാണി തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് റോഷി അഗസ്റ്റിൻ നേരത്തെ പ്രതികരിച്ചിരുന്നു. എന്നാൽ ഈ പ്രസ്താവനയെ ജോസ് കെ മാണി തന്നെ തള്ളിയതാണ് ആശയക്കുഴപ്പത്തിന് കാരണമായത്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കാര്യങ്ങൾ മാധ്യമങ്ങൾ ഭാവനയിൽ നിന്ന് പറയുന്നതാണെന്നായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. പാർട്ടി ചെയർമാനാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതെന്ന് റോഷി അഗസ്റ്റിൻ തന്നെ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും ജോസ് കെ മാണി മാധ്യമങ്ങളോട് വിശദീകരിച്ചു. റോഷി അഗസ്റ്റിൻ ഒരിക്കലും അച്ചടക്ക ലംഘനം നടത്തിയിട്ടില്ലെന്ന് ജോസ് കെ മാണിയും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പാർട്ടി തീരുമാനം എന്താണോ അത് അംഗീകരിക്കുന്ന വ്യക്തിയാണ് റോഷി. സ്ഥാനാർത്ഥി ആരാകണമെന്ന് പാർട്ടി കമ്മിറ്റികളാണ് തീരുമാനിക്കുക. റോഷി തന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞതാകാം എന്ന രീതിയിലായിരുന്നു ചെയർമാന്റെ പ്രതികരണം. റോഷി പറഞ്ഞത് ആര് മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നാണ്, അല്ലാതെ തീരുമാനം എടുത്തു എന്നതല്ല. ഇത് വളച്ചൊടിച്ചാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയതെന്നും ജോസ് കെ മാണി കുറ്റപ്പെടുത്തിയിരുന്നു. ഈ പരസ്യമായ പിന്തുണയ്ക്ക് പിന്നാലെയാണ് റോഷി അഗസ്റ്റിൻ തന്റെ വിശ്വസ്തത ആവർത്തിച്ച് പ്രഖ്യാപിച്ചത്. കേരള കോൺഗ്രസ് എമ്മിലെ ഭിന്നതകൾ UDF അടക്കമുള്ള രാഷ്ട്രീയ എതിരാളികൾ ആഘോഷിക്കുന്നതിനിടെയാണ് മന്ത്രിയുടെ പ്രതികരണം. പാലാ സീറ്റിനെ ചൊല്ലി KM മാണിയുടെ പാർട്ടിയിൽ വീണ്ടും പിളർപ്പുണ്ടാകുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്ന് റോഷി പറഞ്ഞു. ഇടതുമുന്നണിയിലെ കരുത്തുറ്റ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് തുടരും. ഇത്തരം വ്യാജ വാർത്തകൾ നൽകി പാർട്ടിയെ ദുർബലപ്പെടുത്താൻ കഴിയില്ല. ഓരോ പ്രവർത്തകരും ചെയർമാന്റെ വാക്കുകൾക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുകയാണെന്നും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയാകും. പാലാ സീറ്റ് ജോസ് കെ മാണിക്ക് അഭിമാന പ്രശ്നമാണ്. അത് തിരിച്ചുപിടിക്കാൻ പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട്. റോഷി അഗസ്റ്റിന്റെ ഇന്നത്തെ വിശദീകരണം പാർട്ടിക്കുള്ളിലെ പുകച്ചൽ താൽക്കാലികമായി കെടുത്താൻ സഹായിച്ചേക്കും. എങ്കിലും വരും ദിവസങ്ങളിൽ സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിലെ ഐക്യം വീണ്ടും പരീക്ഷിക്കപ്പെടും.